തിരുഹൃദയഗീതം കവിത 29 ഭാഗം. പാപങ്ങൾക്കെല്ലാം പൊറുതി നേടിക്കൊണ്ട് പരിലസിക്കുന്നെൻ്റെ അന്തികത്തിൽ, സമ്പൂർണ്ണ രൂപത്തിൽ കേൾക്കുന്നു ഞാനെന്നും സകലരും ഒഴിയുന്ന പദശതങ്ങൾ. കാണുന്നു ഞാൻ മർത്യർ ചെയ്യുന്ന കൃത്യങ്ങൾ, അണ പോലും അവജയം നേരിടാതെ. ചെവികൾ സൃഷ്ടിച്ചവർ കേൾക്കുകയില്ലെന്നും, കണ്ണുകൾ തന്നവൻ കാണില്ലെന്നും. കരുതല്ലേ മക്കളെ മാമക കരബലം, കരകാണാശക്തി പ്രവാഹ കേന്ദ്രം. ആരംഭരഹിതൻ ഞാൻ, അനന്തസ്വരൂപൻ ഞാൻ. ആകാശഗോളങ്ങൾ വിരചിച്ച ഞാൻ, 6 അടി മണ്ണിൽ മറയും ശരീരത്തെ ആത്മാവിനെ നൽകി സ്നേഹിച്ച ഞാൻ. മാനവർ ചെയ്യുന്ന നന്മയും തിന്മയും ഊനം തട്ടാതെന്നു പൂർണ്ണമായി, ആയുസ്സിൽ ഗ്രന്ഥത്തിൽ വരി തെറ്റാതെഴുതുന്ന അവസാന വിധി നാളിൽ വായിക്കുവാൻ. 1000 സംവത്സരങ്ങളെനിക്കൊരു അസ്തമിച്ചിടുന്ന ദിവസമത്രേ. എൻ മുഖകാന്തിക്കതിരു തട്ടുന്നവൻ പൊന്മുഖ സുന്ദര കുട്ടനാകും. കർത്താവാമെന്നെ സ്തുതിച്ചുകൊണ്ടെപ്പോഴും കീർത്തനം കിന്നരം വായിക്കുവിൻ. ദാവീദിനോട് ഞാൻ ചെയ്തോരാ വാഗ്ദാനം, ദിനമനുസവിനയം ധ്യാനിക്കുവിൻ. ഉലകത്തിൽ മാമക നീതി സിംഹാസനം, ഉലയാതെ നിലകൊള്ളു മന്ത്യം വരെ. സൃഷ്ടർത്തൻ കോട്ടകൾ ദുഷ്ടർത്തൻ കോട്ടകൾ നിമിഷനേരം കൊണ്ട് തട്ടിത്തകർക്കുമെൻ കരവല്ലഭം. വിശ്വോത്തരങ്ങളാം മൂല്യബോധം നൽകി വിശ്വസ്തദാസരെ ഞാൻ തുണയ്ക്കും. നീതി മുന്നോടിയായി ജീവിതം നീങ്ങുമ്പോൾ നിയതം ലഭിക്കുന്നു ശാന്തി പ്രഭ. പ്രഭുക്കളും പട്ടിണി പാവങ്ങളുമൊത്ത് പ്രേമസമ്പന്നരായി മേവിടുന്ന പ്രതിഭാസം ഭൗതിക ഭൂമിയിൽ സ്വർഗീയ പ്രതിച്ഛായ എന്ന് ധരിച്ചിടുവിൻ. കുരുവികൾ കൂടിയും കൂടുകൾ കൂട്ടുന്നു, കരുണാസമുദ്രമാമെൻ സമീപം. എങ്കിലും മനുഷ്യർ പലരും മാടിക്കുന്ന എൻ വാമടിത്തട്ടിൽ വന്നു ചേരാൻ. കർത്താവാമെന്നെ വിലമതിക്കാത്തവർ കാറ്റിലെ കരിയില പോലെയാകും. പാറുന്നു പതിരുപോലവരുടെ സുഖമെല്ലാം, പാരീതിൽ സ്വപ്ന സമാനമാകും.
കാട്ടുതീയിൽപ്പെട്ട വൻവൃക്ഷ പോലവർ കരിയുന്നു സുഹൃതം വേടിഞ്ഞ മർത്യർ. മർദ്ദിത വർഗത്തെ മാറോടണയ്ക്കുവോർ മാലാഖമാർക്ക് സദൃശ്യരാകും. അവശരെയോർത്തോ അവശരെയോർത്തോരാലംബഹീനർ ആലിംഗനം ചെയ്തോർ ഭാഗ്യവാന്മാർ. മുന്തിരിച്ചാറുപോൽ മുന്തിരിച്ചാറുപോൽ മാമക തിരുനീണം മൂന്തിക്കുടിച്ചതി ലഹരിയാലേ എത്തുക സ്നേഹത്തിൻ ഭാഷയാം ത്യാഗത്തെ. വെന്തുരുകുന്നോരിൽ ശാന്തി നൽകാൻ ആഹാരവസ്തുവിലശ്രു നീർക്കലരാതെ ആഹാരവസ്തുവിലശ്രു കലരാതെ ദാഹനീരിൽ കയ്പു ചേർന്നിടാതെ ആഹ്ലാദ ചിത്തരായി പ്രത്യാശാഭരിതരായി ആജീവനാന്തം ഞാൻ പോറ്റിയിടുന്ന അരുമക്കീടങ്ങളായി വളരുവാൻ മക്കളെ അനുദിനമെന്നോട് പ്രാർത്ഥിക്കുവിൻ. കാട്ടുപന്നിക്കൂട്ടം കാട്ടാന കടുവകൾ കാർഷിക വിഭവം നശിപ്പിക്കുവാൻ നാട്ടിലേക്കൊട്ടുമിറങ്ങാതെ നോക്കുവിൻ. പാർപ്പിടം സജ്ജീകരിക്കുന്നവർ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. നല്ല ചിന്ത. ഒരു കടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പബ്ലിക് ഫോണിലൂടെ ഒരു യുവാവ് ഒരു സ്ത്രീയോട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് താങ്കളുടെ വീട്ടിലെ പുൽത്തകിടി ഒരുക്കുന്ന ജോലി തരുമോ? യുവാവ് ചോദിച്ചു. ആ ജോലി മറ്റൊരാൾ ചെയ്യുന്നുണ്ട്, അവർ പ്രതിവചിച്ചു. അയാൾ ചെയ്യുന്നതിൻ്റെ പകുതി കൂലിക്ക് ഞാൻ ആ ജോലി ചെയ്യാമെന്ന് യുവാവ് പറഞ്ഞെങ്കിലും ഇപ്പോഴുള്ള ജോലിക്കാരനിൽ താൻ പൂർണ്ണ സംതൃപ്തയാണെന്ന് പറഞ്ഞ് അവർ ആ സംഭാഷണം അവസാനിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കടക്കാരന് ദയ തോന്നി ആ യുവാവിന് തൻ്റെ കടയിൽ ഒരു ജോലി നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും താൻ തന്നെയാണ് ആ സ്ത്രീയുടെ ജോലിക്കാരൻ എന്നും അവർക്ക് തന്നോടുള്ള മനോഭാവം അറിയേണ്ടതിനാണ് താൻ ആ നാടകം കളിച്ചത് എന്നുമായിരുന്നു യുവാവിൻ്റെ മറുപടി. നാം സ്വയം നടത്തുന്ന വിലയിരുത്തലുകൾ ആണ്
നമ്മുടെ വളർച്ചയ്ക്ക് വിത്തുപാകുന്നത്. അന്യൻ്റെ വിലയിരുത്തലുകൾക്ക് ആത്മാർത്ഥത കാണണം എന്നില്ല. ആധികാരികതയും യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും അവ വെളിച്ചം വീശണമെന്നുമില്ല. വിലയിരുത്തലിനുള്ള സ്വയം ശേഷി നഷ്ടപ്പെടുമ്പോഴോ അതിന് നാം തയ്യാറാകാതെ വരുമ്പോഴോ ആണ് നമുക്ക് മറ്റുള്ളവരുടെ വിലയിരുത്തലിന് വിധേയമാകേണ്ടി വരുന്നത്. നാം സ്വയം നടത്തുന്ന വിമർശനങ്ങളും വിചിന്തനങ്ങളും നമ്മുടെ തിരുത്തലിനും ശക്തീകരണത്തിനും വഴിതെളിക്കുമ്പോൾ അവലോകനങ്ങൾ നമ്മുടെ തളർച്ചയ്ക്കും ചിലപ്പോഴെങ്കിലും തകർച്ചയ്ക്കുമാകാം കാരണമാകുക. ആത്മാർത്ഥമായി സ്വയം വിലയിരുത്തുന്നവർക്ക് അവ കണ്ടെത്തി പരിഹരിക്കാനാവും, മുന്നേറാനും ആകും. അല്ലാത്തവർ മറ്റുള്ളവർ നൽകുന്ന താങ്ങുവിലയിൽ അഭയം കണ്ടെത്തേണ്ടി വരും. സ്വയം വിമർശനത്തിനും വിലയിരുത്തലിനും വിധേയമായി സ്വയം മുന്നേറാൻ ജഗദീശൻ തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. ക്ഷമ പറയുന്നവർ. ഒരു സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് വെറുതെ സങ്കല്പിക്കുക. ആകാശത്ത് ഇരുട്ട് പരന്ന് ഉണ്ടാവും. സംസാരത്തിനിടയിൽ പെട്ടെന്ന് ഒരു തർക്കമുണ്ടാവുന്നു. ദേഷ്യത്തോടെ ഒരാൾ എഴുന്നേറ്റ് പോകുന്നു. പിറ്റേന്ന് രാവിലെ അതേ ഉമ്മറത്തേക്ക് അയാൾ തിരിച്ചു വരുന്നു. തല താഴ്ത്തിപ്പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറയുന്നു, ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. ഈയൊരു കാഴ്ച നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാഭിമാനവും വാശിയും മാറ്റിവെച്ച് മറ്റൊരാളുടെ മുന്നിൽ ക്ഷമ ചോദിച്ചു നിൽക്കുന്ന ആ നിമിഷം വളരെ തീവ്രമായ ഒന്നാണ്. ആ വാക്കുകളെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നതിന് പകരം നമ്മളവരെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താലോ? പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്കിടയിൽ ഒരു വലിയ അകലം രൂപപ്പെടാറുണ്ട്. ആ അകലത്തിന് മീതെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ പാലം പണിയാനാണ് ക്ഷമ ചോദിക്കുന്നയാൾ ശ്രമിക്കുന്നത്. തൻ്റെ ഭാഗത്തു നിന്നുള്ള കല്ലുകൾ ഓരോന്നായി എടുത്തു മാറ്റി അയാൾ വഴിയൊരുക്കുകയാണ്. ക്ഷമ ചോദിക്കുന്നവനെ പരിഹസിക്കുന്ന നേരത്ത് നമ്മൾ ആ പാലം തകർക്കുകയാണ്. ബന്ധത്തിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയാണ് ഒരാൾ താഴ്ന്നു തരുന്നത്. ആ താഴ്ചയെ ബലഹീനതയായി കണ്ട് ആഘോഷിക്കുന്നത് ക്രൂരതയാണ്. താൻ തെറ്റുകാരനല്ലെങ്കിൽ പോലും ആ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ടാണ് പലരും ആദ്യം വന്ന് സംസാരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ശരികളേക്കാൾ വലുത് കൂടെയുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ളവരുടെ ആത്മാർത്ഥത തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഓരോ മനുഷ്യനും ഒരു പരിധിയുണ്ട്. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നിരന്തരമായി അവഗണിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും. ക്ഷമ പറയുന്നത് നമ്മളെ നഷ്ടപ്പെടുത്താൻ വയ്യാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. ആ കൈകൾ ചേർത്ത് പിടിക്കാൻ വലിയ വാക്കുകളൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ പുഞ്ചിരിയും അത് സാരമില്ല എന്നൊരു വാക്കും മാത്രം മതി. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ പറ്റാം. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നവരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കാം. അവർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്രയും മനോഹരമാകുന്നത്. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. ക്ഷമ പറയുന്നവർ. അസ്തമയ സൂര്യൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ അസ്തമിക്കാൻ പോകുകയാണ്, എന്റെ ജോലി ഏറ്റെടുക്കാൻ ആരുണ്ട്? കേട്ടവരെല്ലാം ഒരു മൂകചിത്രം പോലെ പകച്ചു നിന്നു. അപ്പോൾ ഒരു മൺവിളക്ക് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, പ്രഭോ, മറ്റാരും തയ്യാറല്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതാണ് ആത്മവിശ്വാസം. സ്വന്തം കഴിവുകൾ പരമാവധി പ്രോജ്വലമാക്കാം എന്ന വിശ്വാസം. ആത്മവിശ്വാസം ഒരു കരുത്താണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഊർജത്തെ അത് പ്രസരിപ്പിക്കുന്നു. അതിന്റെ ബലത്തിൽ വർദ്ധിത വീര്യത്തോടെ നാം പ്രവർത്തിക്കും. അത് ജീവിത വിജയത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും.
ഒരു ചെറിയ കഥ പറയാം. ഈ കഥ നടക്കുന്നത് കാട്ടിലാണ്. ഒരു ദിവസം സിംഹരാജൻ, കാട്ടിലെ രാജാവായ സിംഹരാജൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ സിംഹങ്ങളാരും കാട്ടിലേക്ക് ഇര തേടി പോകില്ല. ഞങ്ങൾക്ക് വേണ്ട ഇര ഓരോ ദിവസവും ഞങ്ങളുടെ ഗുഹയ്ക്ക് മുന്നിലേക്ക് എത്തണം. അതായിരുന്നു കൽപ്പന. അത് മാത്രവുമല്ല, ഓരോ ദിവസവും വരേണ്ടത് ഈ അടുത്ത് കേട്ടതാണ്, നമ്മൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ അവസാന ഫ്യൂ മൊമെന്റ്സിൽ നമ്മുടെ എൻ്റയർ ലൈഫ് ഒരു സിനിമ പോലെ, ഒരു ട്രെയിലർ പോലെ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമത്രേ. എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല, കാരണം മരണം നമ്മളാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ആ തോട്ട് എന്തോ മനോഹരമാണ്. ജീവിതത്തിലെ ഓരോ ഓർമ്മകളും, ഓരോ മനുഷ്യരും, ഓരോ ചിരിയും, ഓരോ നഷ്ടവും ആ അവസാന നിമിഷത്തിൽ ഒരിക്കൽ കൂടി നമ്മളെ ഇങ്ങനെ തേടിയെത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ലാസ്റ്റ് മൊമെന്റിൽ ഫൈനലായി ഒരേ ഒരു ഫോൺ കോൾ ചെയ്യാൻ മാത്രം നമുക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെയായിരിക്കും വിളിക്കുക? എ ലാസ്റ്റ് ഫോൺ കോൾ. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു പേരും അല്ലെങ്കിൽ ഒരു മുഖവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. എ ലാസ്റ്റ് ഫോൺ കോൾ. ആരായിരിക്കും ആ മനുഷ്യൻ? ഈ വീഡിയോ അവർക്കാണ്. And tell them, you will be the one my soul will search for in my last moment. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.